ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനി മഹേശ്വരൻ്റെ മുന്നിൽ നിന്ന് നന്ദയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾ എന്താ ചെയ്തത്? അവൾ ഇത്രയും കാലം ജീവിച്ചിരുന്നിട്ടൊന്ന് ഫോൺ ചെയ്യാനുള്ള മര്യാദയെങ്കിലും അവൾ കാണിച്ചോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പിന്നെ മോഹിനി പറയുന്നതൊക്കെ 100% ശരിയായ കാര്യം തന്നെയാണ്. പക്ഷേ മഹേശ്വരേട്ടാ, ഗൗതമന് നന്ദ എന്താ കൊടുത്തത്? കുറെ കണ്ണുനീരും സമാധാനക്കേടും മാത്രമല്ലേ എന്ന് ചോദിച്ചു. നന്ദുവിനെ കൊടുക്കാനും അവളുടെ കയ്യിൽ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ഓർമ്മ അത് മഹേട്ടൻ ഉണ്ടാവണമെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി പറയുക. പിന്നെ ഒരു കാരണവശാലും അവളെ നന്ദുവിനെ കാണിക്കരുതെന്നും പറഞ്ഞു. അതെങ്ങനെ ശരിയാകുമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് വരുന്നു. നന്ദ വന്നപ്പോൾ ഇവർ രണ്ടുപേരെയും കാണുവാട്ടോ. മഹേശ്വരൻ പെട്ടെന്ന് നന്ദയെ കണ്ടു നോക്കുന്നു. മോഹിനിയും അന്നേരം നോക്കി. അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയുടെ മുഖമൊക്കെ അങ്ങോട്ട് എന്താ പറഞ്ഞ ഒരു വല്ലാത്തൊരിതില്ല. അപ്പോഴേക്കും മോഹിനി ഹോന്നും പറഞ്ഞ് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. നന്ദ ഓടി ചെന്നു കേട്ടോ. അപ്പോൾ ഗൗരിയുണ്ട് കൂട്ടത്തിൽ. ഇവർ ഓടി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ മോളെ എന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ഭയങ്കര സ്നേഹം. മോളെ നന്ദമോളെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ച് നന്ദയും. അങ്ങനെ അവരുടെ അച്ഛനും മോളും തമ്മിലുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ മോഹിനിക്ക് സഹിച്ചില്ല. നന്ദയെ ചേർത്ത് പിടിച്ച് മോക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. അച്ഛാന്നും പറഞ്ഞ് വിളിച്ച് നന്ദ. അപ്പോഴത്തേക്ക് മോഹിനി നിൽക്കുന്നു. അപ്പോൾ ചെറിയമ്മയെന്ന് വിളിച്ച് ചെല്ലുമ്പോൾ അങ്ങനെ കേട്ടാൽ നിനക്ക് തൃപ്തിയാവുമോ? ചെറിയമ്മ വന്നേക്കുന്നു. നിനക്ക് നാണമില്ലേടി? ഇന്ത്യ വരത്തിലുള്ളവരെ അച്ഛനെന്നും അമ്മയെന്നും ചെറിയമ്മയെന്നൊക്കെ വിളിക്കാനെന്നും ചോദിച്ചു മോഹിനി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ, മോഹിനി പ്ലീസ്, ഇതൊരു ഹോസ്പിറ്റലാണെന്ന് മഹേശ്വർ പറഞ്ഞു. മഹേഷിന് ഇങ്ങനെ സമാധാനത്തോടെ എങ്ങനെ ഇവിടെ നിൽക്കാൻ കഴിയുന്നു? ഇവളെ കണ്ടിട്ടേ എനിക്കെൻ്റെ കയ്യും കാലും പെരുക്കാന്ന് പറഞ്ഞപ്പം, വർഷം എത്രയായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്? മരിച്ചു പോയ ഒരാളെ ജീവനോടെ കണ്ടിട്ടും നിങ്ങൾക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് നന്ദ ഇങ്ങനെ മോഹിനിയോട് ചോദിക്കുക. അപ്പോൾ മോഹിനി അന്നേരം തുറച്ചു നോക്കുക കേട്ടോ. അത്രയ്ക്ക് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടോ ചെറിയമ്മയെന്ന് ചോദിക്കുമ്പോൾ, നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. നിന്റെ ചെറിയമ്മ വിളി. ഒരു ബന്ധവും നീ ആയിട്ട് കൊണ്ട് നടക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല എന്ന് മോഹിനി പറയുമ്പോൾ, നിങ്ങളെയൊക്കെ കണ്ടിട്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് നന്ദ പറഞ്ഞു. അപ്പം എന്ത് കണ്ടിട്ടാ നിന്റെ സന്തോഷം? കുടുംബം മുഴുവൻ ആശുപത്രിയിലാണല്ലോ എന്നോർത്തിട്ടാണോ നിന്റെ സന്തോഷമെന്ന് മോഹിനി നന്ദയോട് ചോദിക്കുക. അല്ലെങ്കിൽ തന്നെ നിന്നെ സ്നേഹിച്ചവരെയെല്ലാം തീരാവേദനയുടെ കനലിലേക്ക് തള്ളിയിട്ടിട്ട് പോയവളല്ലേ നീ എന്ന് മോഹിനി ചോദിച്ചു. എന്ന് പറഞ്ഞു മഹേശ്വരൻ അന്നേരോടെ നിൽക്കുക. നിനക്കിനി എന്താ പ്രശ്നം? സന്തോഷമാണത്രേ അവള്. സന്തോഷം. നിന്റെ അമ്മ മരിച്ചു പോയതല്ലേ നേരത്തെ, അല്ലേ? അതെന്തായാലും നന്നായെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി മനസ്സിൽ കുത്തുന്ന രീതിയിൽ സംസാരിക്കാം. അവർ നിന്റെ തനി സ്വഭാവം അറിഞ്ഞിട്ട് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലേ അവർ പോലും നീ തിരിച്ചു വരുന്നതിൽ സന്തോഷിക്കില്ലായിരുന്നു. അപ്പം ചെറിയമ്മേ, നിർത്താനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് നന്ദ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പം, മോഹിനി, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു ഇതൊരു ആശുപത്രിയാണ്, തോന്നിവാസം കാണിക്കരുതെന്ന്. പ്ലീസ് നീ ഒന്ന് മര്യാദക്കാൻ പറഞ്ഞു. ശരി, ഞാൻ മതിയാക്കാം, ഞാൻ നിർത്തിക്കോളാം. മഹേട്ടൻ തന്നെ ചോദിക്കാം ഇവളെന്ത് കാഴ്ച കാണാനാ ഇങ്ങോട്ട് വന്നതെന്ന്. അത് കേട്ടപ്പോൾ, അച്ഛാ, ഞാൻ നന്ദുമോനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് നന്ദ പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ മോഹിനി. അപ്പോഴത്തേക്കും ഗൗതം അങ്ങോട്ടേക്ക് വന്നു നന്ദയെ കാണുവാണ്. അപ്പം നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗൗതം ഇങ്ങനെ അന്താളിപ്പോട് കൂടി നോക്കുന്നു. നന്ദയെ കൊണ്ട കലിപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. നന്ദയാണെങ്കിൽ ഗൗതത്തിനെ നോക്കി ഇങ്ങനെ ഭയങ്കര ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. മഹേശ്വരൻ ഇതിനെ രണ്ടിനെ നടുക്ക്. അച്ഛാ, ഇവളെന്താ ഇവിടെ എന്ന് ഗൗതം ചോദിക്കുമ്പം, നന്ദുവിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് മോഹിനി അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പം നിനക്കെന്താ എൻ്റെ മോനെ കാണേണ്ട കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം എടുത്ത്, മേഡം മോനെ നീ എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ നന്ദുവിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണെന്ന് നന്ദ പറഞ്ഞപ്പം, നിന്നോട് ആരാ നന്ദുവിൻ്റെ കാര്യം പറഞ്ഞത്? ഇവിടെ വരണമെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഗൗതം ദേഷ്യത്തോടെ. നിന്നെ ഇവിടേക്ക് ക്ഷണിച്ചത് ആരാ എന്ന് ഗൗതം വലുതായിട്ട് ചോദിക്കുമ്പം, ഞാനാണെന്നും പറഞ്ഞ് പിങ്കി രംഗത്തേക്ക് വന്നു. പിങ്കി അങ്ങനെ പറഞ്ഞു വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗൗതവും മോഹിനിയും മഹേശ്വരനെ കന്തം വിട്ട് നിൽക്കുക. അപ്പം ഞാനാ നന്ദയെ പോയി കണ്ടതും അതുപോലെ നന്ദുവിൻ്റെ കാര്യം സംസാരിച്ചതൊന്നും പിങ്കി അങ്ങ് പറഞ്ഞു കേട്ടോ. ഞാൻ തന്നെയാ എൻ്റെ മോനെ ചികിത്സിക്കണമെന്ന് നന്ദയോട് റിക്വസ്റ്റ് ചെയ്തതെന്നും പിങ്കി പറയുമ്പോൾ, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു പിങ്കി? ഞാൻ വ്യക്തമായി പറഞ്ഞതായിരുന്നില്ലേ നന്ദ ഒരു കാരണവശാലും നമ്മുടെ മോനെ ചികിത്സിക്കരുത് എന്നുള്ള കാര്യം? അപ്പോൾ നന്ദ ഇങ്ങനെ ആ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ലണ്ടനിലെ ഡോക്ടേഴ്സിന് ഞാൻ മെയിൽ ചെയ്ത് കഴിഞ്ഞുവെന്നും പിന്നെ ഡിസ്കഷൻസ് ഓൺഗോയിങ് ആണ്, പിന്നെ എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ, മുന്നിലൊരു വഴിയുള്ളപ്പോൾ വളഞ്ഞ വഴികൾ തേടി പോകുന്നത് എന്തിനാ ഗൗതം എന്ന് പിങ്കി ഗൗതത്തിനോട് ചോദിക്കണം. ട്രസ്റ്റ് മീ ഗൗതം, എനിക്ക് ഉറപ്പാ, എനിക്ക് 100% ഉറപ്പാ. നന്ദ
നന്ദയ്ക്ക് നമ്മുടെ മോൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ ദയനീയമായിട്ട് നിൽക്കുക, സമ്മതിക്കുന്നുള്ളൊരിതിൽ. അതുപോലെ തന്നെ മഹേശ്വരനും ഈ സമയത്ത് നിർമ്മലുമായി നന്ദ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഇങ്ങനെ മെമ്മറി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ ഗൗതത്തിൻ്റെ. ആ കലിപ്പാണ് ഗൗതത്തിൻ്റെ നന്ദയോട്. അപ്പോൾ എൻ്റെ മോനെ ചികിത്സിക്കാൻ ലോകത്തേത് ഡോക്ടർമാർ വന്നാലും ഞാനതിന് സമ്മതിക്കാം, പക്ഷെ ഇവള് മാത്രം വേണ്ട, എൻ്റെ മകനെ ചികിത്സിക്കാൻ ഇവള് വേണ്ട എന്ന് ഗൗതം തറപ്പിച്ചു പറയുന്നു. ഇത് കേട്ടപ്പോൾ മോഹിനിക്ക് അങ്ങ് ഭേഷായി ബോധിച്ചു. പ്ലീസ് ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട് നന്ദയോട് ഗൗതം ഇങ്ങനെ പറയുന്നു. അപ്പോൾ മഹേശ്വരനും അന്താളിപ്പോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുവാട്ടോ. മോഹിനി അവിടെ നിന്ന് ചിരിക്കുന്നു. അപ്പോൾ പറഞ്ഞത് കേട്ടില്ല, ഇവിടെ നിന്ന് പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ വീണ്ടും അപമാനിക്കുകയാണ് ഗൗതം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ പോകാൻ നോക്കുക. അപ്പോൾ എടാ മോനെ ഗൗതം, മോനെ എന്നും പറഞ്ഞ് ഗൗതം വിളിക്കുന്നു. ഈ സമയത്ത് നന്ദയും കൊച്ചും കൂടെ അങ്ങോട്ട് പോകണു. അപ്പോൾ മോളെ ഒന്ന് നിന്നേ, മോളെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മഹേശ്വരൻ വിളിക്കുക. അപ്പോഴേക്കും ഗൗതത്തിനോട് ഗൗതം പിങ്കിയോട് നീ ടെൻഷൻ ആവണ്ട, നമുക്ക് വേറെ വഴി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ നിങ്ങൾ വേറെ വഴി നോക്കുന്നത്? എൻ്റെ മോനെ രക്ഷിക്കാൻ തന്നെയാണോ അതോ നിങ്ങളുടെ ഈഗോ കാത്തു രക്ഷിക്കാനാണോ എന്ന് പിങ്കി ഗൗതത്തിനോട് ചോദിച്ചു. അഹന്തയുടെയും ദുരഭിമാനത്തിൻ്റെയും എല്ലാ പടികളും ഇറങ്ങി താഴെ ചെന്ന് നിന്നിട്ടാ ഞാൻ നന്ദയെ കാണാൻ പോയത്, എൻ്റെ നന്ദുമോന് വേണ്ടിയിട്ട്, എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ. പക്ഷേ ഗൗതം അവളെ ഇവിടെ നിന്ന് ആട്ടി ഇറക്കിയത് അത് ഒരിക്കലും നന്ദുമോൻ്റെ നന്മയ്ക്കല്ലെന്നോർത്തോ? അത് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ രക്ഷയല്ല, സ്വന്തം ഈഗോ സംരക്ഷണമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് പിങ്കി പറയുമ്പോൾ, പിങ്കി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലണ്ടനിലേക്ക് പോയാൽ എല്ലാം ശരിയാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിച്ചു. ഗൗതത്തിനൊന്നും പറയാനില്ല. മോഹിനി ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. മോഹിനിക്ക് ആ കൊച്ചിൻ്റെ കാലം റെഡി ആവണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ മഹേശ്വരൻ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. മെൻ്റൽ സ്ട്രെസ്സാണ് നന്ദുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് മാറാതെ ഒരിക്കലും ഒരു ചികിത്സയും എൻ്റെ മോന് ഫലിക്കാൻ പോകുന്നില്ല ഗൗതം എന്ന് പറയുമ്പോൾ അതെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഹേശ്വരൻ നിൽക്കുക. സിറ്റുവേഷൻ മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കുക ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ദേഷ്യപ്പെട്ടു. അല്ലാതെ ചുമ്മാ ലണ്ടൻ എന്നൊരു കാർഡും പിടിച്ചുകൊണ്ട് ഒരു പ്രയോജനവും അതിനുണ്ടാകാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് പിങ്കി പറയാം. നന്ദ ചികിത്സിച്ചാലേ നന്ദുവിന് ഭേദമാകും. അപ്പം എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അവളെ മദർ തെരേസയാണോ എന്ന് മോഹിനി ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ ഗൗതം ഞാൻ നിങ്ങളോടാ പറഞ്ഞത്, നിങ്ങൾക്കല്ലാതെ ഈ ലോകത്ത് ആർക്കും അത് മനസ്സിലാവില്ല. കാരണം നന്ദു നമ്മുടെ രണ്ടുപേരുടെയും മാത്രം മകനാണെന്ന് പിങ്കി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ മോഹിനി എന്ന് പറഞ്ഞ് നിൽക്കുക. നന്ദ വരില്ലെന്ന് വാശി പിടിച്ചതാ, നിങ്ങളെ ഓർത്തിട്ട് അവള് വരില്ല എന്ന് പറഞ്ഞത്. എന്നിട്ടും അവള് വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു തരുമ്പെങ്കിലും അവൾക്ക് എന്നെ മനസ്സിലായി എന്നുള്ളതാണെന്ന കാര്യം പിങ്കി പറഞ്ഞു. ആ ദയവ് പോലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിനി എന്തു പറഞ്ഞിട്ട് എന്താ? പിന്നെ എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല എന്നും പിങ്കി ഇങ്ങനെ ഗൗതത്തിനോട് പറഞ്ഞു കേട്ടോ. ഗൗതം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഗൗതം ആലോചിച്ച് നിൽക്കുന്നു. പിങ്കി അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂട്ടൻ അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് ചെന്നു. പെട്ടെന്ന് കൊച്ചു എഴുന്നേറ്റിരിക്കുക. മോനെന്തിനാ എഴുന്നേറ്റിരിക്കുന്നേ? കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ആൻറ്റി എന്തിയേ എന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചു ദേഷ്യപ്പെടുക. എന്തിയേ അമ്മേ, ഡോക്ടർ ആൻറ്റി എന്തിയേ? അതിനെ നന്ദൂട്ട വയ്യാത്തോണ്ടല്ലേ. അപ്പോൾ എനിക്ക് ആൻറ്റിയെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിക്കുമ്പം എന്താ മോനെ സുഖമില്ലാതിരിക്കല്ലേ, അപ്പോൾ എനിക്ക് കാണണം എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു പറയുമ്പോൾ അമ്മ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരാമേ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി കൊച്ചിൻ്റെ വഴി തിരിച്ചു വിടാൻ നോക്കാം. അപ്പോഴേക്കും കൊച്ചു എഴുന്നേക്കാൻ നോക്കി ഇതേ കിടക്കുന്നു നിലത്തേക്ക്. അതിൻ്റെ കാലിൽ നിൽക്കാൻ മേലല്ലോ. കൊച്ചു ഉരുണ്ട് വീണു. അപ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞൊരു കരച്ചിൽ. നന്ദൂട്ടാ എന്ന് പറഞ്ഞ് ഓടി വന്ന് പിങ്കി വാരി എടുത്തു അതിനെ കട്ടിലേക്ക് കിടത്തി. അപ്പോൾ എനിക്ക് ഡോക്ടർ ആൻറ്റിയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചു പറയുന്നു. അപ്പോഴത്തേക്കും ഡോക്ടറും ഗൗതവും കൂടെ അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് വീണെന്ന് പറഞ്ഞു. വീണെന്നോ? നിങ്ങൾ എന്തീ പറയുന്നതെന്ന് ഡോക്ടർ ചോദിക്കുക. അപ്പോൾ മോനെ ശ്രദ്ധിക്കണ്ടേ എന്ന് ഡോക്ടർ ചോദിച്ചു കേട്ടോ. ഗൗതം അന്നേരം വന്ന് ഇങ്ങനെ ആൾ കളിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിലും മോനെ ഡോക്ടർ ആൻറ്റി പെട്ടെന്ന് വരും കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ പറയുക. അപ്പോൾ ഡോക്ടർ ആൻറ്റി വന്നു, ഞാൻ ശബ്ദം കേട്ടായിരുന്നു. എന്നിട്ട് എന്തിയെന്ന് ചോദിച്ചു. പാപ്പ വഴക്കിട്ട് ആൻറ്റി പോയി എന്നുള്ള കാര്യവും കൊച്ചു പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറും ഗൗതവും ഒക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. എന്താ സാർ നിങ്ങളുടെ പ്രശ്നം? അത് പിന്നെ ചില പേഴ്സണൽ ഇഷ്യൂസാണ് സാർ എന്ന് പറഞ്ഞു. എന്ത് ഇഷ്യൂസ് ആണെന്നൊന്നും എനിക്കറിയണ്ട, പക്ഷെ അവരിവിടെ വന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഡോക്ടർ നന്ദുവിനെ നോക്കാൻ വില്ലിങ് ആണെന്നുള്ളതല്ലേ എന്ന് ഈ ഡോക്ടർ ചോദിച്ചു. അപ്പോൾ യെസ് ഡോക്ടർ എന്ന് പിങ്കിയും പറഞ്ഞു.
എന്നിട്ടും അവരെ വഴക്കിട്ട് തിരിച്ചയച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എന്ന് ഈ ഡോക്ടർ കൊച്ചിനോട് ചോദിക്കോ. എവിടെയോ നിങ്ങളുടെ ഈഗോ അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. നന്ദുവിൻ്റെ സ്ഥിതി ഓരോ ദിവസം കഴിയും തോറും അത് വളരെ മോശമായിക്കൊണ്ടിരിക്കാം. അവൻ്റെ ആത്മവിശ്വാസം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് വീണെടുത്ത് നിന്ന് തിരിച്ചു കയറാനുള്ള സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നന്ദു ഇനി ഞങ്ങളെന്ന് പറഞ്ഞ് പിങ്കി നിൽക്കുമ്പോൾ ഈ അവസ്ഥയിൽ കൂടുതൽ പാനിക് ആയതുകൊണ്ട് യാതൊരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് റെഡിയാക്കാമെങ്കിൽ അത്രയും പെട്ടെന്ന് റെഡി ആകുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ. എത്രയും പെട്ടെന്ന് കുട്ടിയെ ആ ഡോക്ടറുമായി കൂട്ടിമുട്ടിക്കുകയാണ് വേണ്ടത്. മറ്റൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല എന്ന് പറഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഡോക്ടർ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഗൗതവും പിങ്കിയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നന്ദ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. നന്ദ പോയില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ നിർമ്മൽ വന്ന് എന്തൊക്കെയായാലും നന്ദ എല്ലാം മറന്ന് അദ്ദേഹത്തിൻ്റെ മകനെ രക്ഷിക്കാൻ ചെന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ഔദാര്യം സാറിന് വേണ്ടാന്ന് പറഞ്ഞു നന്ദ പറയാം. ആ കുഞ്ഞിൻ്റെ ഭാവിക്കല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ ഈഗോയ്ക്കാണെന്ന് നിർമ്മൽ ചോദിച്ചപ്പോൾ ഞാൻ മാത്രമാണ് നിർമ്മൽ ഡോക്ടർ, വേറെയും എത്രയോ പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യരുണ്ടെന്ന് ചോദിക്കുന്ന നന്ദയോട് ശരി ഇനിയിപ്പോൾ എന്താ നമ്മുടെ അടുത്ത പരിപാടിയെന്ന് ചോദിച്ചു. നിർമ്മൽ മടങ്ങിപ്പോകാം അല്ലാതെ എന്താണെന്ന് ചോദിക്കുക നന്ദ. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, നിങ്ങളിവിടെ ഇരിക്കുക, വെറുതെ വെയിൽ കൊണ്ട് നടക്കണ്ട, ഞാൻ ജംഗ്ഷനിൽ പോയി ഒരു ഓട്ടോ പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ നിർമ്മൽ ഓട്ടോ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാം. നിർമ്മൽ ഓട്ടോ വിളിക്കാൻ പോകുന്നു. ഇവർ രണ്ടുപേരും കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആ സമയം നന്ദൂട്ടനെ കാണാൻ പറ്റിയില്ലല്ലോ അമ്മയെന്നും പറഞ്ഞ് ഗൗരി വന്നു. അപ്പോൾ നമ്മൾ നന്ദൂട്ടനെ കാണുന്നത് നന്ദൂട്ടൻ്റെ പപ്പയ്ക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞു. അതെങ്ങനെയാ അമ്മ ശരിയാകുന്നത്, നന്ദുവിനെ അമ്മ ചികിത്സിക്കണ്ടേന്ന് ഗൗരി ചോദിക്കുമ്പോൾ വേണ്ട മോളെ വേണ്ടാന്ന് നന്ദുവിൻ്റെ പപ്പ പറഞ്ഞെന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞത് ചികിത്സിക്കണമെന്നല്ലേ, അത് കേട്ട് ഇറങ്ങി പുറപ്പെട്ടത് നമ്മളുടെ മണ്ടത്തരമാണ് മോളേന്ന് നന്ദ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണമല്ലോ അമ്മേ എന്ന് കൊച്ചു പറയുമ്പോൾ വേണ്ട മോളെ അതിനൊന്നും നന്ദുവിൻ്റെ പപ്പ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സമ്മതിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം രംഗത്തേക്ക് വരുന്നു. കാര്യം കാണാൻ കാല് പിടിക്കാൻ വന്നു കഴിഞ്ഞു നാണമില്ലാതെ ഗൗതം. അപ്പോൾ ഗൗരിമോൾക്ക് നന്ദുവിനെ കാണണമെന്ന് ചോദിച്ചപ്പം ആ കാണണമെന്ന് കൊച്ചു പറഞ്ഞു. എങ്കിൽ പോയി കണ്ടോ കേട്ടോ. അപ്പോൾ എൻ്റെ റൂം നമ്പറും പറഞ്ഞു കൊടുത്തു. അമ്മ വാ നന്ദുവിൻ്റെ അപ്പം സമ്മതിച്ച് നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇനി ഇല്ല മോളെ, നമ്മൾ ആരെയും ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് നന്ദ പറയുമ്പോൾ അല്ല അത് പിന്നെ നന്ദ പറയാനുള്ളതും കേൾക്കാനുള്ളതൊക്കെ കഴിഞ്ഞില്ലേ, മതി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നന്ദ പോകുമ്പോഴത്തേക്കും ഗൗതം നന്ദയുടെ കയ്യിൽ കയറി അങ്ങ് പിടിച്ചു. അപ്പോഴേക്കും നന്ദ ഇങ്ങനെ സ്റ്റക്കായി ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക. നന്ദ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ നന്ദയോട് പറയുന്നു കേട്ടോ. ഗൗരി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക, പാവ അതിനറിയത്തില്ലല്ലോ അച്ഛനും അമ്മയും തൊട്ടടുത്ത് നിൽക്കുന്നതെന്ന്. അപ്പം നന്ദ പ്ലീസ് സോറി എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം വന്ന് നന്ദയോട് പറയാം. നന്ദ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞതൊക്കെ നന്ദ മറക്കണം, ക്ഷമിക്കണം എന്ന് ഗൗതം നന്ദയോട് പറയുമ്പോൾ നന്ദ പിന്നെ ശൗര്യം കൊള്ളു കേട്ടോ. നന്ദ എൻ്റെ മകനെ ചികിത്സിക്കണമെന്ന് പറയുമ്പോൾ ഗൗതം സാർ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, നിങ്ങൾ ചരട് വലിക്കുന്നതിനനുസരിച്ച് ചാടുകയും മറിയുകയും ചെയ്യുന്ന ഒരു പപ്പിറ്റാണ് ഞാനെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. കുറച്ച് മുൻപ് ഗെറ്റ് ഔട്ട് അടിച്ച് നിങ്ങൾ ഇറക്കി വിട്ടത് എന്നെ മുറിവേൽപ്പിക്കാൻ വിധം അന്തസ്സില്ലാത്ത അഭിമാനബോധമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് നിങ്ങൾ കരുതിയോ എന്ന് നന്ദ ചോദിച്ചപ്പോൾ നന്ദ അങ്ങനെയൊന്നും അല്ല എന്ന് ഗൗതം. ഇനഫ്, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങളുടെ പലതരം അഹങ്കാരതയുടെയും ധാർഷ്ട്യത്തിൻ്റെയും മുഖമൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ. നിങ്ങളെ വിചാരിച്ചല്ല, ആ കുഞ്ഞിനെ വിചാരിച്ചാ ഞാൻ വന്നത് എന്ന് നന്ദ അന്നേരം ഗൗതത്തിനോട് പറഞ്ഞു കേട്ടോ. പിങ്കി എന്ന അമ്മയുടെ വിഷമത്തെ മാനിച്ചുകൊണ്ടാണെന്ന കാര്യവും പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് നന്ദുവിനെ കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടെയാണ് എൻ്റെ മോൾ എൻ്റെ കൂടെ വന്നതെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയുവാണ്. പക്ഷേ നിങ്ങളുടെ ആ ഗെറ്റ് ഔട്ടിലൂടെ അപമാനിതയായതേ ഞാൻ മാത്രമല്ല എൻ്റെ മോളും കൂടിയാണെന്ന കാര്യവും നന്ദ ഗൗതത്തിനോട് പറയുന്നു. ഗൗതം പിന്നെ മിണ്ടാട്ടം മുട്ടി നിൽക്കുക. ആശിച്ചു വന്നിട്ടും നന്ദുവിനെ കാണാതെ തിരിച്ചു പോവുക. ആ ഒരു വേദന എൻ്റെ മോൾ എന്തായാലും അർഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മേലിൽ നിങ്ങളുടെ മകൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത എഫേർട്ട് എടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് നന്ദ പറഞ്ഞ് ഒഴിവാക്കുക ഗൗതത്തിന്. നന്ദ പ്ലീസ് എന്ന് ഗൗതം പറയുമ്പോൾ സോറി, നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് എത്രമാത്രം വിലപ്പെട്ടതാണോ അത്രയും തന്നെ വിലയുണ്ട് എനിക്ക് എൻ്റെ മകളെന്ന് നന്ദ ഗൗതത്തിനോട് പറയുവാണേ. അതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക. അപ്പോൾ വാ മോളെ എന്ന് പറഞ്ഞ് നന്ദ അങ്ങ് പോകുമ്പോൾ ഇതുകൂടി കേട്ടിട്ട് പോകണം എന്നിട്ട് തീരുമാനിച്ചു എന്ത് വേണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ നന്ദയുടെ മുന്നിലേക്ക് ചെല്ലുക. ഗൗരിക്കുട്ടി കുറച്ച് നേരം അവിടെ പോയിന്ന് കളിക്കാമോ, ഞങ്ങളൊരു കാര്യം പറഞ്ഞോട്ടെ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ പോവാലോ എന്ന് പറഞ്ഞു. നന്ദ പ്ലീസ് ചെല്ലുമോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നന്ദ കൊച്ചിനെ പറഞ്ഞു വിട്ടു.
അപ്പോൾ വേഗം പറഞ്ഞോ, എനിക്ക് പോകാനുള്ള വാഹനം വരാറായി എന്ന് നമ്മുടെ നന്ദ പറയുക ഗൗതത്തിനോട്. അപ്പം നന്ദ, എന്നെക്കുറിച്ചോ ഞാൻ പറഞ്ഞ വാക്കുകളെ പറ്റി ചിന്തിച്ചല്ല നന്ദുവിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ ശരിയാകും? നിങ്ങളുടെ മകനല്ലേ നന്ദു, അപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കിനും പ്രവർത്തിക്കും അനുസരിച്ച് ആ മകനോട് നമുക്ക് പെരുമാറാൻ പറ്റൂ എന്നിങ്ങനെ നന്ദ പറയുമ്പോൾ, നന്ദ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. നന്ദു എൻ്റെ മകനാണ് എന്നുള്ള കാര്യം ഗൗതം പറഞ്ഞു. പക്ഷേ എൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞല്ല അവനെന്ന് ഗൗതം പറയുമ്പോൾ നന്ദ ഇങ്ങനെ എന്ന് പറഞ്ഞു നോക്കുക. ഒരു അനാഥ കുഞ്ഞിനെ ഹൃദയം തൊട്ട് സ്വന്തമാക്കിയ ഒരു അച്ഛനാണ് ഞാനെന്ന കാര്യം ഗൗതം പറയുമ്പോൾ നന്ദ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. നന്ദയ്ക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മുടെ എൻ്റെ അഭിമന്യു നഷ്ടപ്പെട്ട വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നന്ദൂട്ടനെ ദത്തെടുത്തതാണെന്നുള്ള കാര്യം ഇങ്ങനെ പറയുവാണ്. പിങ്കി അതിനെ സപ്പോർട്ട് ചെയ്തു. മനസ്സാൽ അവൻ്റെ അമ്മയാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ടോ ചെയ്ത പ്രവൃത്തികൾ കൊണ്ടോ എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ നിഷേധിക്കരുതെന്ന് കരുതിയ ഞാൻ സത്യം നിങ്ങളോട് തുറന്നു പറഞ്ഞതെന്ന് പറയുമ്പോൾ നന്ദയ്ക്ക് ഭയങ്കര ഷോക്കായി പോയിട്ടോ. ഒരിക്കലും നന്ദു ഇത് അറിയാൻ പാടില്ലെന്നുള്ള കാര്യവും ഗൗതം ഇങ്ങനെ പറയുവാണ്. ഞാനത് സഹിക്കില്ല എന്നുള്ള കാര്യവും ഗൗതം നന്ദയോട് പറയുവാണ്. നന്ദ അവനെ ഏറ്റെടുക്കണമെന്ന കാര്യവും പറഞ്ഞ് ഗൗതം നന്ദയുടെ കാല് പിടിക്കുക കേട്ടോ. വേറൊന്നും എനിക്കിപ്പോൾ നന്ദയോട് പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. നമ്മുടെ നന്ദ എന്നിട്ട് എൻ്റെ തീരുമാനം എടുക്കുമെന്ന് ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പം നന്ദ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. പോയ ഗൗതം തിരിച്ചു വന്നിട്ട് നന്ദ എന്നും പറഞ്ഞ് വിളിച്ചു. പോയ നന്ദ തിരിച്ച് കയറി വരുവാണ്. അപ്പോൾ താൻ വരില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ റീസൺ കൊണ്ടൊന്നും നന്ദയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല എന്നുള്ളത്. നന്ദയുടെ വാശി തന്നെ അത് ജയിക്കട്ടെ എന്നും പറഞ്ഞ് ഞാനോ പിങ്കിയോ അല്ല നന്ദയുടെ അച്ഛനും അമ്മയും എന്നുള്ള കാര്യം ഒരിക്കലും അവൻ അറിയാൻ പാടില്ല എന്നുള്ള കാര്യവും ഗൗതം പറയുവാണ് നന്ദയോട്. മറ്റൊന്നും എനിക്കിപ്പോൾ പറയാനില്ല എന്നും പറഞ്ഞു. അപ്പം അത് കേട്ടപ്പം സമ്മതിച്ചു ഗൗതം സാർ, ഞാൻ വരാം, നന്ദുമോൻ്റെ ചികിത്സ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്കൊരിക്കലും മാറാൻ കഴിയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നും. അപ്പോഴേക്കും നിർമ്മൽ കഷ്ടകാലം ഓട്ടോയും കൊണ്ട് വരുന്നു. നിർമ്മലിനെ കണ്ടപ്പോൾ ഗൗതത്തിൻ്റെ ഗതി അങ്ങ് മാറി. ഗൗതം തിരിഞ്ഞു നിൽക്കുക. അപ്പോൾ നിർമ്മൽ പോകാം എന്നും പറഞ്ഞ് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ നിർമ്മൽ പ്രോഗ്രാമിന് ചെറിയ ചേഞ്ച് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചേഞ്ച് ആണെന്ന് ചോദിച്ചു. നമ്മൾ തിരിച്ചു പോകുന്നില്ല എന്ന കാര്യം ഗൗതത്തിൻ്റെ മുന്നിൽ വെച്ച് നന്ദ നിർമ്മലിനോട് പറയുക. ഞാനിവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. നന്ദുവിൻ്റെ ട്രീറ്റ്മെൻറ്റിനായി ഞാനിവിടെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഗൗതം തിരിഞ്ഞു നിന്ന് സന്തോഷിക്കുക കേട്ടോ. അപ്പോൾ നിർമ്മലിനും സന്തോഷം തന്നെയാണ്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒന്ന് ശാന്തിപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നും പിന്നെ 2 ആഴ്ചയെങ്കിലും ഇവിടെ നിൽക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളും നന്ദ ഇങ്ങനെ പറയുക. ഇതൊക്കെ കേട്ട് ഗൗതം സന്തോഷത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ നിർമ്മല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ നിർമ്മല വരും, ഞാൻ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറയാം. പിന്നെ നിർമ്മല ഫോൺ ഇങ്ങനെ എടുത്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം ത്തിൻ്റെ മുന്നിൽ കൂടെ നന്ദ നിർമ്മലിനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോകണു. അവരവിടെ പോയി നിന്ന് നിൽക്കുന്നു, ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, സംസാരിക്കുന്നു. പക്ഷെ ഗൗതം കൊച്ചിനെ ചികിത്സിക്കാൻ വേണ്ടി വന്നു എന്നുള്ളൊരു സന്തോഷത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് ഗൗതം കാണുന്നത്. അപ്പോഴത്തേനും ഗൗതത്തിൻ്റെ ഉള്ള മൂഡ് അങ്ങ് പോയി. എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. നിർമ്മലിനെ കാണുമ്പോഴത്തേനും നമ്മുടെ ഗൗതത്തിന് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഈ സമയം മോഹിനി അകത്തു നിന്ന് പിങ്കിയോട്, എൻ്റെ പിങ്കി, നീ ഇത്രയും വലിയൊരു അബദ്ധം കാണിച്ചല്ലോ, നന്ദയെ തന്നെ വേണമായിരുന്നോ നന്ദുവിനെ ചികിത്സിപ്പിക്കാൻ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അപ്പം ഞാനല്ല, നന്ദു ആണ് നിർബന്ധിച്ചത്. ഡോക്ടേഴ്സും അതിന് തന്നെയുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. പിന്നെ നന്ദയെ വിളിക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. ദേ മോഹിനി, കാര്യങ്ങൾ നീ വിചാരിക്കുന്നത് പോലെ അല്ലെന്നും നന്ദുവിൻ്റെ സ്ഥിതി വളരെ മോശമായിട്ടിരിക്കുകയാണെന്നുള്ള കാര്യവും മഹേശ്വരൻ പറയുമ്പം അതിപ്പോൾ വിധിയെ തടുക്കാൻ ഇന്ദ്രൻ വിചാരിച്ചാലും പറ്റത്തില്ലല്ലോ. ആ കുഞ്ഞിൻ്റെ വിധി ഇതാണെന്ന് കരുതി അങ്ങ് സമാധാനിക്കാൻ പറഞ്ഞുകൊണ്ട് മോഹിനി. അത് കേട്ടപ്പോൾ പിങ്കിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിങ്കിക്ക് സഹിക്കുന്നില്ല. അല്ലെങ്കിലും തറവാട്ടിൽ സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞു പിറക്കാൻ പോവുമല്ലേ പവിത്രയുടെ. അപ്പോൾ പിന്നെ മുഴുവൻ ശ്രദ്ധയും ഇനി നമ്മളെല്ലാവരും പവിത്രയ്ക്കല്ലേ കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പിങ്കിക്ക് രക്തം തിളച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ മഹേശ്വരനും. ഈ സമയത്ത് ഗൗതവും ഗൗരിയും അതുപോലെ നമ്മുടെ നന്ദയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നീ എന്തിനാ ഗൗതമേ പിന്നെ ഇവളെ വിളിച്ചോണ്ട് വന്നേ എന്ന് ചോദിച്ചു മോഹിനി. അപ്പോൾ എനിക്ക് വേണ്ടിയല്ല ചെറിയമ്മേ, നന്ദുവിന് വേണ്ടി ഞാൻ വിളിച്ചോണ്ട് വന്നെന്ന് ഗൗതം പറഞ്ഞപ്പോൾ, ഓ നന്ദുവിന് വേണ്ടി, നീ ഇനിയും പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഗൗതം. ദേ ഇവള് നിന്റെ തലയിൽ നിന്ന് ജീവിതത്തിൽ തീ കോരിയിടാൻ പോകുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹിനി പറയുമ്പോൾ
നന്ദ ഇങ്ങനെ നോക്കുക. എൻ്റെ തലവിധി അത് എന്തു ആയിക്കോട്ടെ ചെറിയമ്മേ, ഞാൻ എൻ്റെ മോൻ്റെ ഭാവി മാത്രമേ നോക്കുന്നുള്ളൂ എന്ന കാര്യം ഗൗതം അന്നേരം പറഞ്ഞു. പിങ്കി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ. നിന്റെ മോൻ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹിനി ഇങ്ങനെ പറയുക. അതൊക്കെ കേൾക്കുമ്പോൾ പിങ്കിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദ ഇങ്ങനെ നോക്കുക. നന്ദു എൻ്റെ മോനാ, എൻ്റെയും പിങ്കിയുടെയും മോനാ. എന്താ ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഗൗതം ഇങ്ങനെ മോഹിനിയോട് ചോദിച്ചു കേട്ടോ. ചോദിച്ചത് കേട്ടില്ലേ ചെറിയമ്മേ? നീ എന്തിനാ എൻ്റെ തലയിൽ കയറാൻ വരുന്നത്? ആഹാ അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം എടാ എന്താടാ ഗൗതമേ ഇത്, സംസാരിക്കുമ്പോൾ സ്ഥാനമെങ്കിലും നോക്കണ്ടേ എന്ന് മഹേശ്വരൻ ചോദിക്കുക. ഞാൻ സ്ഥാനത്തിന് നിരക്കാത്തതായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അച്ഛാ. അപ്പം ഗൗതം ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ഇവള് നിന്റെ മകൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുകയോ നടത്താതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു മോഹിനി ഒരു സ്റ്റക്കിട്ട് നിർത്തിക്ക. ആ പേരും പറഞ്ഞ് ഇന്ത്യ വരത്തിലേക്ക് തിരിച്ച് കയറാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അത് നടക്കില്ല, ഞാൻ വ്യക്തമായി പറഞ്ഞേക്കാവെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചെറിയമ്മ ഇങ്ങനെ പറയുമ്പോൾ നന്ദ ഇത് കേട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.